ആ ബീവി എവിടത്തെ കഥ ഒന്നും പറയാത്തതാ നല്ലത്. ഒരു വകക്ക് കൊള്ളാത്ത ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ കേറി വന്നത്. ഞാന് വിളിക്കാം, ഓള് വരുന്നുണ്ട്. ശരി. ഇമ്മ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരോടൊക്കെ എന്നെ പറ്റിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നത്? പോരാത്തതിന് ഇവിടുന്ന് എന്നെ മിനിറ്റ് വെച്ച് ചീത്ത പറയും ചെയ്യും. എന്ത് ചെയ്താലും അതിന് കുറ്റം തന്നെയാണ്. ഞാൻ നിങ്ങളെ രണ്ട് മരുമക്കളെ പോലെ തന്നെ കല്യാണം കഴിച്ച് വന്നതല്ലേ, അല്ലാതെ വലിഞ്ഞു കയറി വന്നതെന്നല്ലല്ലോ. വന്നു കയറിയ മഹിമൊന്നും ഈ ഒന്ന് പറയണ്ട. കണ്ണും കഴിച്ചും കാണിച്ചിട്ട് എന്റെ മോനെ മയക്കി എടുത്തിട്ട് ഈ വന്നത് പിന്നെ വലിഞ്ഞു കയറി തന്നെ വന്നത്. നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല അന്തസ്സുള്ള തറവാട്ടിൽ നിന്ന് തന്നെ പെണ്ണിനെ എടുക്കുള്ളൂ. പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നല്ല രീതിയിൽ തന്നെ പെണ്ണ് ആലോചിച്ച് വന്ന് നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ച് വന്നതല്ലേ ഞാനും. അല്ലാതെ നമുക്ക് നിവർത്തിയില്ലേനു. ഓനെ അത്രയും ഈ ലോക്കാക്കി വെച്ചിക്കണല്ലോ, പിന്നെ നമുക്ക് നിവർത്തിയില്ലല്ലോ. ഓൻകെ നല്ല നല്ല തറവാട്ടിന്ന് വലിയ വലിയ തറവാട്ടിന്നൊക്കെ വന്നീനു ആലോചനകള്. അതിനെങ്ങനെ ഇതിനെ കൊടുക്കി കേൾക്കല്ലേ ഇമ്മ? ശരിയാണ്, തറവാട് എന്ന് പറയാൻ ഒരു പേരൊന്നും ഇല്ല. പക്ഷെ നല്ല അന്തസ്സുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. ആരും മോശം പറയാത്ത ഒരു കുടുംബത്തിൽ നിന്ന്. എന്തായാലും മൂത്ത രണ്ട് മക്കളതാ, ഓലൊക്കെ നല്ല അന്തസ്സുള്ള തറവാട്ടികളാ. ഒരു കുടുംബ മഹിമ. പിന്നെ ഉമ്മ പറയുന്ന ഈ തറവാടിത്തെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുറ്റം പറയാ, മറ്റുള്ളവരെ മനസ്സ് വേദനിപ്പിക്കുക, അതാണോ? പേരിന് മാത്രം തറവാടിത്തുള്ള ഉമ്മനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ എന്താ പറഞ്ഞു വരുന്നത്? ഈ പറഞ്ഞ് എങ്ങോട്ടാ എത്തുന്നത്? ഉമ്മ, നിങ്ങൾ ചൂടാവാൻ പറഞ്ഞതല്ല. ഇന്നെ കുറ്റം പറയുമ്പോ ഒന്ന് ഓർക്കണം, ഈ തറവാടികളായ രണ്ട് മരുമക്കളെ നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങളെ ഒരു ആവശ്യത്തിനും. നിങ്ങളെ കൂടെ ഏതിനും നിൽക്കുന്നത് ഈ തറവാടിത്തം ഇല്ലാത്ത ഞാൻ തന്നെയാണ്. അപ്പം തറവാടിത്തം കൊണ്ട് ഒരു കാര്യമില്ലാന്ന് മനസ്സിലായില്ലമ്മ.